കേരളത്തിലെ ദേശീയപാത വികസനം തൻ്റെ നേട്ടമാണെന്ന് മുഹമ്മദ് റിയാസും പിണറായി വിജയനും LDFും ആവർത്തിക്കുന്നതിനിടെയാണ് പൂർത്തിയായ ദേശീയപാതയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് വലിയൊരു നാടകമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ദേശീയപാത വികസനം ദേശീയപാതയുടെ ഉദ്ഘാടനം സംബന്ധിച്ച ചടങ്ങിലേക്ക് മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി. മറ്റു മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം മന്ത്രി MP രാജേഷിനെയും K കൃഷ്ണൻകുട്ടിയെയും എല്ലാം പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാന്തര ഉദ്ഘാടനവും സമാന്തര റോഡ് ഷോയും എല്ലാം നടത്തിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിന് കാരണം കേന്ദ്രത്തോടുള്ള എതിർപ്പാണോ അതോ രാഷ്ട്രീയ ലക്ഷ്യമാണോ? മോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ നടന്ന ചടങ്ങുകളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പിണറായി മന്ത്രിസഭയിലെ പ്രമുഖരുമെല്ലാം പറയുന്നത്. കാരണം കേന്ദ്രം ഇതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇത്തരം ഒരു ആക്ഷേപവുമായി നമ്മുടെ CPM നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് ക്ഷണിക്കപ്പെട്ടില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായിട്ടുള്ള MP രാജേഷും K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് റിയാസിൻ്റെ പേര് മാത്രം പറഞ്ഞ് ഈ ചടങ്ങുകളിൽ നിന്നെല്ലാം ഇവരെല്ലാം ഒഴിവായിരിക്കുക. ഇത് ഒരു സ്വാഭാവിക പ്രതിഷേധമായി കാണണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇതിനെ ഒരു സ്വാഭാവിക പ്രതിഷേധമായി കാണുകയേ വേണ്ട. കിട്ടിയ ഒരു അവസരം LDF അല്ലെങ്കിൽ CPM മുതലെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം BJP CPM ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചടങ്ങുകളിലെല്ലാം രാഹുൽ ഗാന്ധി കൃത്യമായ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ടെന്നും ഇവർ രണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം. ഈ ആക്ഷേപം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് CPMനെയും LDFനെയും സർക്കാരിനെയും എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. നിലവിൽ എന്ത് സംഭവിച്ചാലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനോ പ്രധാനമന്ത്രിയുടെ വേദിയിൽ പോയാലോ, നിലവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏത് വേദിയിൽ പോയാലും മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹവുമായി ഹസ്തദാനം നടത്തുകയും ഹാരാർപ്പണം നടത്തുകയും വേണ്ടിവരും. ഇത്തരം ചിത്രങ്ങൾ പിന്നീട് കേരളത്തിലെ BJP CPM ബന്ധത്തിന് തെളിവായി പ്രചരിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുമാത്രവുമല്ല, കേന്ദ്രത്തിൻ്റെ നടപ്പിലാക്കത്തില്ല എന്ന് പറയുന്ന നയങ്ങൾ, പദ്ധതികളെല്ലാം തന്നെ ഈ CPM സർക്കാർ, പിണറായി സർക്കാർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അദൃശ്യമായ ഒരു ബന്ധമുണ്ട്, ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണത്തിന് അടിവരയിടപ്പെടും. ഈ അപകടമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുന്നത്. ദേശീയപാത വികസനത്തിന് കേരളത്തിൻ്റെ പണം നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ആ വേദിയിലിരിക്കാൻ യോഗ്യനുമാണെന്നുമുള്ള ഒരു വിശദീകരണമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉള്ളവർ അടക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് ഇന്ന് പാരലായി സമാന്തരമായി ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചു. അതുപോലെ കുഞ്ഞമ്പു MLA പ്രതീകാത്മക ഉദ്ഘാടനം ദേശീയപാതയുടെ നടത്തുകയുണ്ടായി. എന്നിട്ട് ഇവർ തന്നെയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് മോദി പെരുമാറുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത്. മോദിയുടെ വേദിയിൽ CPM നേതാക്കൾ പങ്കെടുത്തില്ലെങ്കിലും കോൺഗ്രസ് MPമാരായിട്ടുള്ള ഹൈബി ഈഡനും ബെന്നി ബെഹനാനും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അടക്കം ക്ഷണിക്കപ്പെട്ടവരാണ് ഈ വേദിയിലെല്ലാം എത്തിയിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് പറഞ്ഞത് ഒരു വളരെ വിചിത്രമായ ന്യായമാണ്. SPG അതായത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഗ്രൂപ്പ് തന്നോട് ആധാർ കാർഡ് ചോദിച്ചു എന്നുള്ളതാണ് മന്ത്രി MP രാജേഷിൻ്റെ ഒരു പ്രതികരണം. തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമന്ത്രി എത്തുമ്പോൾ ചില പ്രോട്ടോക്കോളുകളുണ്ടെന്നും അത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പാലിക്കാൻ നിർബന്ധിതരാണെന്നുമുള്ള വിവരം അറിയാതെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും CPM തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വേദി പങ്കിടുന്നത് എന്തുകൊണ്ടും തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന തിരിച്ചറിവാണ് CPMനുള്ളത്. ആ തിരിച്ചറിവ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പിന്നീടാണ് വിധി എഴുതപ്പെടുക. എന്തായാലും ഇന്നത്തെ ഉദ്ഘാടന വേദികളിൽ CPM കളിച്ച നാടകം അത് ചൂണ്ടിക്കാണിക്കാനോ അതേക്കുറിച്ച് സംസാരിക്കാനോ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. എന്താവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നതാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഏതു തരത്തിൽ പ്രതികരിക്കും? കാരണം കോൺഗ്രസിൻ്റെ MPമാരെല്ലാം പ്രധാനമന്ത്രിയുടെ വേദിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിവാദം കടുക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.